നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 1201 ഇടമാസം 12-ാം തീയതി, അതായത് 2026 മെയ് മാസം 26-ാം തീയതി ചൊവ്വാഴ്ച, മംഗളവാരം. ഇന്ന് ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 3 മുതൽ 4:30 വരെയുള്ള വൈകിട്ടത്തെ സമയം. ആ 1.5 മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:05, അസ്തമയം വൈകിട്ട് 6:38. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിൽ ഏകാദശി തിഥിയാകുന്നു. ചന്ദ്രൻ വളരെ ബലവാനായി പൗർണമിയോട് അടുത്ത് വരികയാണ്. ഇന്നത്തെ നക്ഷത്രവും വെളുത്തപക്ഷത്തിലെ അത്തം നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും വെളുത്തപക്ഷത്തിലെ അത്തം നാം സ്വീകരിക്കാറുണ്ട്. കറുത്തപക്ഷത്തിലെ അത്തമാണെങ്കിൽ പലപ്പോഴും അത്തം നക്ഷത്രത്തിന് പാദദോഷമുണ്ട്, കറുത്തപക്ഷത്തിലെ അത്തത്തിന്. അതിനാൽ വെളുത്തപക്ഷത്തിലെ അത്തത്തിന് മേൽപ്പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ല. ഇന്നത്തെ ആ ശക്തമായ ഏകാദശി തിഥി, ആ തിഥിയെ അത്തം നക്ഷത്രം ലഭിക്കുന്നത് പലപ്പോഴും ഒരു ജനിക്കുന്ന കുട്ടിക്ക്, അത് മാതാവിനായാലും ആ കുട്ടിക്കും ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യും. ഏകാദശി വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും കൃഷ്ണന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൃഷ്ണക്ഷേത്രത്തിൽ നമുക്ക് വെണ്ണ നിവേദ്യം, തുളസിമാല, അപ്രകാരം പാൽപ്പായസം ഭഗവാന് വഴിപാടായി സമർപ്പിക്കുവാൻ പറ്റുന്ന ദിനമാകുന്നു. ഇന്നത്തെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരുടെ പ്രാർത്ഥന, ഭദ്രകാളി ക്ഷേത്രത്തിൽ ചന്ദ്രൻ ദേവീഗ്രഹമാണ്, ചൊവ്വാഴ്ചയാണ്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുദോഷമുണ്ടെങ്കിൽ നാളികേരം കൊണ്ട് ശത്രുസംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. ഇന്നത്തെ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമഃ എന്ന പ്രാർത്ഥന വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മന്ത്രബലം നൽകുന്നതാണ്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ. ഇന്നത്തെ ശുഭമുഹൂർത്തം ഉച്ചയ്ക്ക് 12:05 മുതൽ 1:05 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഭൂമിപരമായ തീരുമാനങ്ങൾക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ്. ചൊവ്വാഴ്ച ഭൂമിപരമായ വിഷയത്തിന് പലപ്പോഴും നല്ല മേന്മകൾ ഉണ്ടാകും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.